ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥയാണ് ഇപ്പോൾ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക്. സർക്കാരിന്റെ സഹായധനം അക്കൗണ്ടിലെത്തിയപ്പോൾ മുടങ്ങിക്കിടന്ന EMI പിടിച്ച് കേരള ഗ്രാമീൺ ബാങ്കിന്റെ നാറിയ പരിപാടി. മുണ്ടയ്ക്ക്, ചൂരൽമല, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലെ എസ്റ്റേറ്റ് തൊഴിലാളികളോടാണ് കേരള ഗ്രാമീൺ ബാങ്ക് നെറികെട്ട പരിപാടി കാണിച്ചത്. 3000 രൂപ മുതൽക്കാണ് ബാങ്ക് ഈടാക്കിയപ്പോൾ മറ്റേ പരിപാടി കാണിച്ചത്. ഇതോടെ പലർക്കും ലഭിച്ച തുകയിൽ നിന്ന് നല്ലൊരു ശതമാനവും നഷ്ടമായിരിക്കുന്നു. ദുരിതബാധിതർക്ക് ബാങ്ക് വായ്പ തിരിച്ചടവ് ഉടൻ ഉണ്ടാകില്ല എന്ന് സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് സമിതിയും സർക്കാരും ഉറപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ സഹായധനത്തിൽ നിന്നും ബാങ്കുകൾ തന്നെ പണം ഈടാക്കിയിരിക്കുന്നത്. 3000 രൂപ മുതൽക്ക് ബാങ്ക് ഓരോരുത്തരുടെ പക്കൽ നിന്നും ഈടാക്കിയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതായത് നിലവിൽ ദുരിതബാധിതർ വാടക വീടുകളിലാണ് താമസിക്കുന്നത്. ഇവരുടെ വാടക വീടുകളിലേക്ക് ഉൾപ്പെടെ മാറുന്നതിനും അവശ്യ സാധനങ്ങളുമൊക്കെ വാങ്ങുന്നതിനും മറ്റുമായിട്ടാണ് സർക്കാർ ഇത്തരമൊരു ധനസഹായം നൽകിയത്. അത് 10000 രൂപയാണ് ഇവർക്ക് കൈമാറിയത്. എന്നാൽ ഇതിൽ പകുതിയോളം രൂപ തന്നെ ഇപ്പോൾ EMI പിടിച്ചതോടെ നഷ്ടപ്പെട്ടവർ എന്ത് ചെയ്യണമെന്നറിയാത്ത സ്ഥിതിയിലേക്കാണ് പോകുന്നത്. കൃഷി ആവശ്യത്തിനും പശുവിനും ഉൾപ്പെടെ വളർത്തുമൃഗങ്ങളെ വാങ്ങുന്നതിനും മറ്റും ഇവർ ബാങ്കിൽ നിന്നും വായ്പ എടുത്തിരുന്നു. സഹായമായി ലഭിക്കുന്ന പണത്തിൽ നിന്നും വായ്പ പിടിക്കരുത് എന്ന് ദുരിതബാധിതർ പറയുകയും ചെയ്തിരുന്നു. വായ്പ തിരിച്ചടവിന് സാവകാശം വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. നിലവിൽ എല്ലാവർക്കും അറിയാം ഇതൊരു പ്രകൃതി ദുരന്തമാണെന്നും ഇവർ കഷ്ടപ്പെടുകയാണെന്നും ഇവരുടെ പക്കൽ നിന്ന് ഇത്തരത്തിൽ പണം പിടിക്കാനായിട്ടുള്ള സാഹചര്യം ഇപ്പോൾ നിലവിൽ നല്ലതല്ല എന്നുമൊക്കെ അറിഞ്ഞിരുന്നിട്ട് പോലും ബാങ്ക് ഇപ്പോൾ ഇവരോട് കാണിച്ചത് കൊടും ചതിയാണ്. അതേസമയം ബാങ്ക് പറയുന്നത് ഇങ്ങനെയാണ്: SLBCയുടെ വിശദമായ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാൻ കഴിയൂ എന്നാണ് ഗ്രാമീൺ ബാങ്കിന്റെ വിശദീകരണം. അതേസമയം മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരുടെ കരട് പട്ടിക പുതുക്കിയിരിക്കുകയാണ്. DNA ഫലം കിട്ടിത്തുടങ്ങിയതോടെ കൂടുതൽ പേരുടെ കാര്യത്തിൽ സ്ഥിരീകരണം വന്നിരിക്കുന്നു. തുടർന്നാണ് ഇപ്പോൾ പട്ടിക പുതുക്കിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇതോടെ എണ്ണം കുറയുകയായിരുന്നു. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 119 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അതായത് ഏറെ കഠിനാധ്വാനത്തിനൊടുവിലാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ കുറിച്ചുള്ള വിവരങ്ങൾ ചേർത്ത് ഒരു കരട് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ജില്ലാ ഭരണകൂടം, പോലീസ്, തൊഴിൽ, ആരോഗ്യ വകുപ്പുകൾ, പഞ്ചായത്ത്, സ്കൂൾ അധികൃതർ, അങ്കണവാടി ജീവനക്കാർ, ആശാ വർക്കർ, ജനപ്രതിനിധികൾ എന്നിവർ ചേർന്നാണ് കാണാതായവരുടെ കരട് പട്ടിക തയ്യാറാക്കിയത്. മേപ്പാടി പഞ്ചായത്ത് 10, 11, 12 വാർഡുകളിലെ റേഷൻ കാർഡ് വിവരണത്തോടെ ആരംഭിച്ച കരട് പട്ടിക തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അസിസ്റ്റന്റ് കളക്ടർ S. ഗൗതം രാജ് നേതൃത്വം നൽകി. ലേബർ ഓഫീസിൽ നിന്ന് അതിഥി തൊഴിലാളികളുടെ ഉൾപ്പെടെ വിവരശേഖരണം നടത്തിയാണ് അന്തിമ പട്ടിക ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, പലയിടത്തു നിന്ന് ശേഖരിച്ച വിവരങ്ങൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കോൾ സെന്ററിൽ നിന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങളോടൊപ്പം ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ പട്ടിക ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ മൃതദേഹം കണ്ടെത്തുന്നവരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ പട്ടികയിൽ 128 പേരാണ് ഉണ്ടായിരുന്നത്. അതേസമയം ഉരുൾപൊട്ടൽ ബാധിത മേഖലകളിൽ ഇപ്പോഴും തിരച്ചിൽ നടക്കുന്നുണ്ട്. മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിലും സൂചിപ്പാറ, ചാലിയാർ പുഴയുടെ തീരങ്ങളിലുമൊക്കെയാണ് തിരച്ചിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്ന തിരച്ചിലിൽ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ മൃതദേഹ ഭാഗങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങളെ ചൊവ്വാഴ്ചയോടെ വാടക വീടുകളിലേക്ക് മാറ്റാനും നിലവിൽ ക്യാമ്പുകളിലായി പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ അധ്യയനം പുനരാരംഭിക്കാനുമൊക്കെയാണ് സർക്കാർ തീരുമാനം. 10 സ്കൂളുകൾ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ 100-ലധികം കുടുംബങ്ങൾ ബന്ധുവീട്ടിലേക്കോ അല്ലെങ്കിൽ വാടക വീടുകളിലേക്കോ മാറിയതായിട്ടാണ് സർക്കാർ കണക്കുകൾ പറയുന്നത്. 400-ലധികം കുടുംബങ്ങൾ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്നുണ്ടെന്നാണ് സർക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വാടക വീടുകളിലേക്ക് മടങ്ങുന്നവർക്ക് 3 മാസത്തേക്കുള്ള ഭക്ഷ്യ കിറ്റും വീട്ടു സാമഗ്രികൾ അടങ്ങിയ പ്രത്യേക കിറ്റുമൊക്കെ നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് സമഗ്രമായ പുനരധിവാസ പദ്ധതികൾ പിന്നീടായിരിക്കും പ്രഖ്യാപിക്കുക എന്ന വിവരങ്ങളാണ് സർക്കാർ പുറത്തുവിടുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.